നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ എന്താണ് ദേശീയ വരുമാനമെന്നും എന്താണ് സാമ്പത്തിക ശാസ്ത്രമെന്നും SCERT പാഠപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ 10th ലെവൽ പരീക്ഷ, 12th ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയിലൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു വരുന്ന ഒരു പോർഷനും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കവർ ചെയ്തതിന് ശേഷം നമുക്ക് എക്കണോമിക്സിന്റെ പല മേഖലകൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSCയുടെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും അതുപോലെയുള്ള അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സ്? ആർക്ക് പറയാൻ കഴിയും? സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലല്ല, ലോകം മൊത്തത്തിൽ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള പഠന ശാഖയെ പറയുന്ന പേരാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഒന്നുകൂടി പറയാം: സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയെ പറയുന്ന പേരാണ് എന്ത്? എക്കണോമിക്സ്. ഒന്നും കൂടി, അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു പഠന ശാഖയെ പറയുന്ന പേരാണ് എന്ത്? എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യമാണ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പലപ്പോഴും മിസ്റ്റേക്ക് ആയിട്ട് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ശരിയാണോ? സയന്റിഫിക്കലി ചോദിച്ചാൽ അത് ശരിയല്ല. കാര്യം, സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേര്, ഇത് നമ്മുടെ PSC പരീക്ഷകളിലും കൃത്യമായിട്ട് കുറച്ചു കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ ചോദിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? എന്ന് വായിച്ചു നോക്കിയേ. അഫ്നോളജി എന്നാണ്. APHNOLOGY. അഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി, PLUTOLOGY അല്ലെ. അഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി ആണ് എന്ത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഇനി നമ്മൾ തെറ്റിക്കോ? ഇല്ലല്ലോ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? അഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. PSCയിൽ ചോദിച്ചു വന്നിട്ടുള്ളതും ചോദിച്ചു കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേര് അഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജിയാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ് ദേശീയ വരുമാനം, എന്താണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ എന്താണ് നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള 3 വാർത്തകളുടെ ക്ലിപ്പിംഗ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ദേശീയ വരുമാനത്തിന്റെ വർധനവ് വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. ദേശീയ വരുമാനം സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട 3 വാക്കുകളാണിത്: കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതുപോലെ തന്നെ സേവന മേഖല. ഓക്കെ, അപ്പൊ ഈ 3 മേഖലകളാണ് നമ്മുടെ ദേശീയ വരുമാനത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്. ഈ പറയുന്ന 3 മേഖലകളാണ്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല, രണ്ടെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖല, മൂന്നെന്ന് പറയുന്നത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ട്രഷറി സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: എന്താണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? അറിയാമോ? എന്താണ് നാഷണൽ ഇൻകത്തിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയെ പറയുന്ന പേരാണ് ദേശീയ വരുമാനം. എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക സേവനങ്ങളുടെ ആകെത്തുകയെ പറയുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന ദേശീയ വരുമാനം. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു? ഈ പറയുന്ന പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ട്രഷറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ 3 മേഖലകളിൽ നിന്നും എടുത്തിട്ടുള്ള ആകെത്തുകയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നാഷണൽ ഇൻകവും ഈ 3 മേഖലകളും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയെ പറയുന്ന പേരാണ് ദേശീയ വരുമാനം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ ദേശീയ വരുമാനം ആക്ച്വലി എന്താണ് കാണിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നത് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനമാണെന്ന്
അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഉയർന്ന ദേശീയ വരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ദേശീയ വരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെ നമുക്ക് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ നിലവിലിപ്പോ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും അതുപോലെ നമ്മുടെ LDC LGSന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പോലീസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഈ പറയുന്ന 500 രൂപ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് 9996116927 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ LDC LGSന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 200 രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഈ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് 9996116927 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ നിങ്ങൾ അതേ ദിവസം തന്നെ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മാക്സിമം നമ്മുടെ LDC LGS അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ കൊടുക്കുന്ന ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ് ഒക്കെ ഈ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കാൻ സഹായിക്കുന്ന ആരാണ്, ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനമാണ്. ഉയർന്ന ദേശീയ വരുമാനം ആ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു രാജ്യത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന വരുമാനത്തെ പറയുന്ന പേരെന്താണ്, ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്നാണ് കേട്ടോ. അതൊന്നും ചോദിക്കുന്ന കാര്യമൊന്നുമല്ല, പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനെയാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഒരു വർഷം മൊത്തം വരുമാനത്തെയാണ് നമ്മൾ രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയെ പറയുന്ന പേരാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തിനെയാണ് ആ രാജ്യത്തിന്റെ എന്ത് ചെയ്യുന്നത്, ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ദേശീയ വരുമാനം പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 മേഖലകൾ? ഒന്നെന്ന് പറയുന്നത് കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ. രണ്ടെന്ന് പറയുന്നത് വ്യാവസായിക മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ. 3 എന്ന് പറയുന്ന സേവന മേഖല അല്ലെങ്കിൽ ട്രഷറി സെക്ടർ എന്ന് പറയും. ഓക്കെ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയും. പ്രാഥമിക മേഖലയ്ക്കകത്ത് വരുന്നത് കാർഷിക മേഖലയാണ്, ദ്വിതീയ മേഖലയ്ക്കകത്ത് വരുന്നത് വ്യാവസായിക മേഖലയാണ്, തൃതീയ മേഖലയ്ക്കകത്ത് വരുന്നത് സേവന മേഖലയാണ്. ആ ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയേക്കുക. അതുപോലെ തന്നെ ഈ 3 മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ദേശീയ വരുമാനം ലഭിക്കുന്നു അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനത്തെ കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു, ദേശീയ വരുമാനം എന്താണെന്നുള്ള കാര്യം ലഭിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം അല്ലെ. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ രാജ്യങ്ങളുടെയും 2013ലെയും 2014ലെയും 2015ന്റെയും ദേശീയ വരുമാനത്തെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ആക്ച്വലി ഇങ്ങനെ രാജ്യങ്ങൾ ബേസ് ആയിട്ട് ദേശീയ വരുമാനത്തെ കണക്കാക്കുന്നത്? മറ്റൊന്നുമല്ല, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമാണെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ആര് സഹായിക്കുന്നു? ദേശീയ വരുമാനം സഹായിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമാണ് എന്ന് കണ്ടെത്താനും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ തമ്മിൽ താരതമ്യം ചെയ്യാനും ആര് സഹായിക്കുന്നു? ഈ പറയുന്ന ദേശീയ വരുമാനം സഹായിക്കുന്നു. അതാണ് അതിനകത്തൊരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തമ്മിൽ താരതമ്യം ചെയ്യാനും ആര് സഹായിക്കുന്നു? ഈ ദേശീയ വരുമാനം സഹായിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. ഓക്കെ അല്ലേ? അപ്പോ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സാമ്പത്തിക ഘടനയിൽ അല്ലെങ്കിൽ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി സെക്ടർ എത്രത്തോളം തരുന്നുണ്ട്, പ്രാഥമിക മേഖല നമുക്ക് എത്രത്തോളം സമ്പത്ത് തരുന്നുണ്ട്, ദ്വിതീയ മേഖല എത്രത്തോളം സമ്പത്ത് തരുന്നുണ്ട്, തൃതീയ മേഖല എത്രത്തോളം സമ്പത്ത് തരുന്നുണ്ട്, അങ്ങനെ എന്ത് ചെയ്യാം നമ്മുടെ ഈ പറയുന്ന സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ദേശീയ വരുമാനം സഹായിക്കുന്നുണ്ട്. സർക്കാരിനെ സഹായിക്കുന്നതിനും ദേശീയ വരുമാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ദേശീയ വരുമാനം സഹായിക്കുന്നു. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്? ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലെ വിവിധ അല്ലെങ്കിൽ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു. സമ്പദ്ഘടന നേരിടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. സർക്കാരിനെ സാമ്പത്തികമായി സഹായിക്കും. കൂടാതെ ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് ആര് സഹായിക്കുന്നു? ഈ പറയുന്ന ദേശീയ വരുമാനം സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മുടെ SCERT പോയിന്റുകളാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത്, അതിന് രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? PC മഹലനോബിസ് ആണ്, അല്ലെങ്കിൽ പ്രസന്നചന്ദ്ര മഹലനോബിസ് ആണ്. കൂടാതെ നമ്മുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തളാ ദേവിയാണ്, അല്ലെ? ശകുന്തളാ ദേവിയാണ്. കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാദാഭായ് നവറോജി. ആരാണ് ദാദാഭായ് നവറോജി? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അറിയാമോ? ആരെയാണ്? ആഡം സ്മിത്ത് ആണ്, അല്ലെ? ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചത്, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ പ്രസന്നചന്ദ്ര മഹലനോബിസ് അല്ലെങ്കിൽ PC മഹലനോബിസ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തളാ ദേവിയാണ്. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി കൊണ്ടുവന്ന ആരാണ്? ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അപ്പോൾ ഡ്രെയിൻ തിയറി, ഡി വെച്ച് തുടങ്ങുന്നു, ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി. ഓക്കെ, ആ രീതിയിലെങ്കിലും ഓർത്തു വെച്ചേക്കുക. അടുത്ത ദേശീയ വരുമാനത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ദേശീയ വരുമാനത്തിനകത്ത് തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ആശയങ്ങൾ എന്ന് പറയുന്നത് GDP വരുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വരുന്നു. GNP വരുന്നു, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തെയാണ്? പേഴ്സണൽ ഇൻകം, PI വരുന്നുണ്ട്, പേഴ്സണൽ ഇൻകം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ പറയുന്ന എക്കണോമിക്സിലെ ഈ പറയുന്ന ദേശീയ വരുമാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട രീതിയെക്കുറിച്ച്, ഒരു പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ച് പഠിക്കാം. അതിന്റെ പേരാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്ട്സിന്റെയും സേവനങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു രാജ്യത്തിന്റെ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പോൾ ദേശീയ വരുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഈ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിന് നമ്മൾ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒരു രാജ്യത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആകത്തുകയാണ് എന്തെന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോഗത്തിനായിട്ട് ലഭ്യമാകുന്ന അല്ലെങ്കിൽ കൺസപ്ഷന് വേണ്ടിയിട്ട് ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. അപ്പൊ എന്താണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് അന്തിമ ഉൽപ്പന്നം എന്ന് ചോദിച്ചാൽ, ഉപഭോഗത്തിനായിട്ട് അല്ലെങ്കിൽ കൺസപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇതിനകത്ത് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷർട്ടിന്റെ കേസാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ടീഷർട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? തുണി വേണം, നൂല് വേണം, ബട്ടൺസ് വേണം,
ഈ ഒരു കറുത്ത നിറം വേണം, ഡൈ വേണം അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാത്തിന്റെയും എന്നുവെച്ചാൽ ഈ പറയുന്ന ഓരോ നൂലിന്റെയും തുണിയുടെയും കർട്ടന്റെയും അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബട്ടൺസിന്റെ ഒക്കെ മൊത്തത്തിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഈ ടീഷർട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടീഷർട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ എത്ര രൂപ ചിലവാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ആകെ ചിലവ് എത്രയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ടീഷർട്ടിന് വില ഇടുന്നു. ഈ വിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു സാധനത്തിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ടീഷർട്ടിന്റെ വിലയാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു ഷർട്ട് എടുക്കുമ്പോഴത്തേക്കും ഷർട്ടിന്റെ ബട്ടൺ ഇത്ര രൂപ, അല്ലെങ്കിൽ അതിന്റെ നൂലിന് ഇത്ര രൂപ, പ്രിന്റിങ്ങിന് ഇത്ര രൂപ, അതിന്റെ സ്റ്റിച്ചിങ്ങിന് ഇത്ര രൂപ, അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. ഈ ടീഷർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ആ ടീഷർട്ടിന്റെ മൊത്തത്തിലൊരു വിലയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഉൽപ്പാദിപ്പിച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൈവശം ആ ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കും അതിനെത്രയാണ് അതിന്റെ മൂല്യം എന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പറയുന്ന ഒരു മൂല്യത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഉദാഹരണമായിട്ട് തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഷർട്ട് നിർമ്മിക്കാനായി കഴിയും. ഇവിടെ ഉപയോഗത്തിലുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന തുണിയും നൂലും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷർട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പറയുന്ന ഷർട്ടിനെയാണ് നമ്മൾ അതിനകത്തുള്ള അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യത്തിനെയാണ് നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യത്തിനെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി ലൈഫുമായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ എക്കണോമിക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് മണി വാല്യൂ അല്ലെങ്കിൽ പണമൂല്യം. ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനത്തിനും മണി വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഷർട്ടിന് ഈ ടീഷർട്ടിന് 600 രൂപ അല്ലെങ്കിൽ 700 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ പണമൂല്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങളുടെയും പണമൂല്യം കണക്കിലാക്കി അതിന്റെ ഒരു ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന് അല്ലെങ്കിൽ മണി വാല്യൂവിനെ പറയുന്ന പേരാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കണോമിക്കൽ ഇയർ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ആ രാജ്യത്തിന്റെ ഈ പറയുന്ന മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കിലാക്കുന്നത്. ടോട്ടലി പറഞ്ഞാല് ഒരു സാമ്പത്തിക വർഷത്തില് ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യം അല്ലെങ്കിൽ അന്തിമ പണമൂല്യത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ആ രാജ്യത്തിന്റെ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇയർ, എന്താണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാല് ഇന്ത്യയില് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ അത് മാർച്ച് 1 മുതൽ ഏപ്രിൽ 31 വരെയാണ് സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്ത ദേശീയ ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എന്നാൽ എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ എന്താണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പൊ ചോദിക്കും, മേഖലകൾ തിരിച്ചിട്ടുള്ള സാമ്പത്തിക വിശകലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വരുമാനത്തിന്റെ ഒരു ഉചിതമായ ആശയം ഏത് എന്ന് ചോദിച്ചാൽ അതെന്താണ്, GDP ആണ് അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. മേഖലകൾ തിരിച്ചിട്ടുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മേഖലകൾ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, അതുപോലെ തന്നെ ട്രിഷറി സെക്ടർ അല്ലെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ മേഖലകൾ തിരിച്ചിട്ടുള്ള സാമ്പത്തിക വിശകലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ദേശീയ വരുമാനത്തിന്റെ രീതി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അത് GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ അടിസ്ഥാനത്തിലുള്ള ആകെ പണമൂല്യത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ആ രാജ്യത്തിന്റെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ദേശീയ അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നാണ്. എന്നാൽ എന്താണ്
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ദേശീയ ഈ പറയുന്ന മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സാമ്പത്തിക വർഷത്തിലെ മേഖലകൾ തിരിച്ചിട്ടുള്ള സാമ്പത്തിക വിശകലനത്തിന് വേണ്ടിയിട്ട് ദേശീയ വരുമാനത്തിന്റെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ GDP കണ്ടെത്തുക അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ GDPയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തില് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിനെയാണ് നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെ, ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങളൊന്ന് കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യയുടെ മാപ്പിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ബൗണ്ടറിക്കകത്ത് ഒരു സാമ്പത്തിക വർഷത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് സേവനങ്ങളുടെയും സാധനങ്ങളുടെയൊക്കെ ആകെ പണമൂല്യത്തിനെ പറയുന്ന പേരാണെന്ത്? ആ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. പക്ഷേ ആ രാജ്യത്തിന്റെ അകത്താണെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ നമ്മൾ എന്ത് പറയുന്നു? ആ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തത്തില്ല കേട്ടോ. അപ്പൊ വിദേശത്ത് എന്നുവെച്ചാൽ നമ്മുടെ ഫോറിൻ കൺട്രീസിലെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനമായാലും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട്, അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഈ പറയുന്ന ലാഭവും അവരുടെ പണവും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ആഭ്യന്തര അതിർത്തിക്കകത്താണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ആ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പറയുന്ന മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിനകത്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞു, എന്താണ് മൊത്ത ദേശീയ വരുമാനം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു, എന്താണ് നമ്മൾ GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കിന് ഈ ക്ലാസ് 1-2 തവണ ഒന്ന് വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് മനസ്സിൽ തറവാവും. കൂടാതെ ക്ലാസ് കണ്ട ശേഷം ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നമ്മുടെ CPO, WPO കൂടാതെ നമ്മുടെ LDC, LGS കോഴ്സിലേക്ക് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ക്ലാസ്സുകളുടെയൊക്കെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്ന LDC, LGS മെറ്റീരിയൽ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. CPO ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ടോപ്പിക്സും കൂടാതെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? CPO ക്ലാസ്സിനകത്തും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ LDC ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 200 രൂപയാണ്. നമ്മുടെ CPO കോഴ്സിലേക്കാണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ്. നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക: 996169692722. അപ്പൊ എന്തായാലും ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും മറ്റൊരു ക്ലാസ്സിലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.